കോൺഗ്രസിൽ നിന്നുണ്ട്, CPM-ൽ നിന്ന് അരുൺകുമാർ. അരുൺ, ഇപ്പം ഇത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഒക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കാണാൻ കഴിയുമോ? 3859 നിന്ന് നോക്കും 10840 പാലക്കാട് ഉയരുകയാണ്. ഈ ചേലക്കരയിലേക്ക് വന്നാൽ നിലനിർത്തി എന്ന് പറയുമ്പോഴും ഭൂരിപക്ഷം എത്രത്തോളം കുറച്ചു എന്നുള്ളതല്ലേ? അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ഇതായി കാണുന്നുണ്ടോ? ഇവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ KC വേണുഗോപാൽ അടക്കം UDF-ന്റെ പല നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു ചേലക്കരയാണ്. ഈ ചേലക്കര ഞങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഇതിനെ മാറ്റുമെന്നതാണ് പറഞ്ഞത്. എന്നാൽ ചേലക്കരയിൽ 12,000-ഓളം വോട്ടിനാണ് 12,000-ലധികം വോട്ടിന് ഗംഭീര വിജയമാണ് ഇടതുപക്ഷം നേടിയത്. ഇപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം നോക്കുമ്പോൾ ഒരു 62,000-63,000 വോട്ട് താരിപ്പാണ് ചേലക്കര മണ്ഡലത്തിൽ LDF-നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് 2021 ശ്രീ K രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് മത്സരിച്ച ലാസ്റ്റ് മന്ത്രിയായ ആ ഇലക്ഷനിലാണ് 83,000 വോട്ട് കിട്ടി. അത് അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നയാൾ, വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി, സ്പീക്കറായി, അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വലിയ ബന്ധം തന്നെയാണ് 83. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും 63-62 താരിപ്പിലാണ് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് K രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ അത് 12,000 വോട്ടായിട്ട് മാറി. വലിയ തരത്തിൽ ആധികാരികമായിട്ടുള്ള വിജയം തന്നെയാണ് എല്ലാ നുണപ്രചരണങ്ങളെയും അതിജീവിച്ച് നേടിയത്. പാലക്കാടാണെങ്കിൽ ഞങ്ങൾക്ക് UDF-ന്റെ കണക്ക് നോക്കുന്ന നിയമസഭയിൽ 44,015 ആയിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇത്തവണ 52,626 ആക്കി രമ്യ ഹരിദാസ് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടൊന്ന് കൂട്ടി നോക്കി. ഈ 5 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ UDF-ന്റെ വോട്ടും ഇപ്പോൾ കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്ക്. ഞാൻ സൂചിപ്പിച്ചത് പാലക്കാടാണെങ്കിൽ 36,000 ആയിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 34,000 ഇപ്പം അത് 37,000 ഉയർന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വലിയ നേട്ടം പാലക്കാട് ഉണ്ടായില്ല. പക്ഷെ വോട്ടിൽ വർധനമുണ്ട്, ശതമാനത്തിൽ വർധനമുണ്ട്. കോൺഗ്രസിന്റെ BJP-യുടെ കാര്യം നോക്കിയേ. BJP-യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 8% വോട്ട്, 11,000 വോട്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ കുറഞ്ഞത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോൾ BJP അവിടെ 76,000 വോട്ടിന് ജയിച്ചു. ഇവിടെ 11,000 വോട്ടാണ് BJP-ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിന് അതിന്റെ ഭൂരിപക്ഷത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും നന്നായി തന്നെ പ്രകടനം കാഴ്ചവെക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഭരണത്തിൽ തുടർച്ചയായി 9 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി എന്ന രൂപത്തിൽ ഒരു തരത്തിലും ആ ഭരണത്തെ ബാധിക്കുന്ന തരത്തിലോ ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിലും പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായ ഒരു തീരുമാനവും ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് CPM പറയുന്നത്. BJP-യുടെ NDA-യുടെ വോട്ടുകൾ കൂടി നോക്കുന്നത് നിയമസഭയിൽ നിന്നും കൂടി ലോക്സഭയിൽ നിന്നും നോക്കുമ്പോൾ BJP-യുടെ വോട്ട് ഷെയർ പാലക്കാട്ടെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചേലക്കരയാണ്. നമുക്ക് അബിൻ വർക്കി കൂടിയുണ്ട്. അബിൻ, വലിയ ഒരു മാസത്തോളം നീണ്ടുന്ന നിങ്ങളുടെയൊക്കെ പ്രവർത്തനം, നിങ്ങളുടെ യുവ നേതാക്കൾ എല്ലാവരും തന്നെ പാലക്കാട് ചേലക്കരയിലും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ ഫലമെന്ന് പറയാം. പക്ഷേ ചേലക്കര നിങ്ങൾക്ക് നിരാശ നൽകുന്നു. നിരാശയിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഈ വിജയത്തിൽ നിന്ന് എന്താണ് പഠിച്ചത്? തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മതേതരത്വത്തിൻ്റെ വിജയം തന്നെയാണ്. പാലക്കാട് BJP-യും CPM-ഉം ചേർന്ന് നടത്തിയ കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ ഏത് തലം വരെ പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദ്യം പെട്ടിയുമായിട്ട് വന്നു, പിന്നെ മദ്യമായിട്ട് വന്നു, പിന്നെ കാശുമായിട്ട് വന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥിക്കെതിരെ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് BJP-യും CPM-ഉം അവർ ഒന്നിച്ചു നിർത്തിയ ആ കുപ്രചരണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പാലക്കാടിൻ്റെ മണ്ണിൽ UDF വലിയ വിജയം, അത് ചരിത്രപരമായ ഭൂരിപക്ഷത്തിലൊരു വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായത്. അവിടെ BJP ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ്, അതായത് ഈ അടുത്ത കാലഘട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് BJP-യെ തറപറ്റിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ടെ വിജയത്തിലൂടെ ഞങ്ങൾ കാണുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2021 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോറ്റ മണ്ഡലമാണ്. അന്ന് 84,000-ഓളം വോട്ട് CPM-ന് അവിടെ ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ K രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷം 5,000 കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത് കവർ ചെയ്ത് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തിലാണ് നിന്നിരുന്നത്. അവിടെ വളരെ സംഘടനാപരമായ വളരെ കൃത്യമായ വർക്കുകൾ നടന്നിരുന്നു, ചിട്ടയായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു, സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന വിധത്തിൽ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഞങ്ങൾക്കത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല.
വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ 2021 വോട്ട് ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ CPM-ൻ്റെ ഏതാണ്ട് 18,000 വോട്ടോളം അവിടെ നഷ്ടപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന് ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ അവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5,000 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാക്കി മാറ്റാൻ കോൺഗ്രസിന് 2,000 വോട്ടിൻ്റെ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയാണ്. പക്ഷേ ആ തോൽവിയിലും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് CPM-ന് നഷ്ടപ്പെട്ട 18,000 വോട്ട് എന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരത്തിൽ നഷ്ടപ്പെട്ട വോട്ടാണ്. വയനാട്ടിൽ ഞങ്ങൾക്കുണ്ടായ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയ വോട്ട് 58,000 വോട്ട് എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതലായി കിട്ടിയ വോട്ട്, ആ വോട്ട് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരത്തിൽ കൂടി പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഭരണവിരുദ്ധ പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് പാലക്കാട് മഴവിൽ സഖ്യത്തിന്റെ വിജയമെന്നാണ്. അതിനുള്ള മറുപടി എന്താണ്? ഒന്നെങ്കിൽ അവരോട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറയണം. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലെ പോലെ ഇയാൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണേ എന്നുള്ള ഡയലോഗ് പോലെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇന്ന് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുന്നത് വരെ CPM-ൻ്റെ ആരോപണം എന്ന് പറഞ്ഞാൽ വടകരയിലേക്ക് ഷാഫി പറമ്പലിന് വിട്ട് പാലക്കാട് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കി എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് BJP കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ്. ഇതിലേതാണ് സത്യം ഏതാണ് നുണ എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കണം. പിന്നെ ഒന്നാമത് രണ്ടാമത് നിൽക്കുന്ന കക്ഷികൾ ഒരു ഡീലുണ്ടാക്കുമെന്നും അത് BJP-യുടെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് മണ്ഡലത്തിൽ അവർ ഡീല് നടത്തി ഞങ്ങൾക്ക് വോട്ട് തരുമെന്നൊക്കെ പ്രതീക്ഷിച്ചാൽ ഈ കേൾക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല എന്നുള്ളത് പാർട്ടി സെക്രട്ടറിയും ഈ പാർട്ടിക്കാരും ഒക്കെ ആദ്യം മനസ്സിലാക്കണം. തോൽവി അറ്റ്ലീസ്റ്റ് അതൊരു തോൽവിയാണ് എന്നുള്ളത് അംഗീകരിക്കാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു മാന്യത അവർക്ക് പുലർത്തണം. ശരി, തോൽവി തന്നെയാണ്. ഇനി തോൽവികളെയും പരാജയങ്ങളെയും ഒക്കെ വിശദമായി പഠിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്ന് തീരുമാനിക്കുകയാണ് പാർട്ടികളുടെ ലക്ഷ്യം. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ അബിൻ പറഞ്ഞ പോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. നിങ്ങളുടെ വോട്ട് അങ്ങോട്ട് കൊടുത്തു, നിങ്ങൾ അവിടെ ആളെ ജയിപ്പിച്ചു, പകരം ഇവിടെ നിങ്ങളുടെ വോട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഇത് നമ്മൾ മലയാളികളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് സ്വന്തം ചിഹ്നം നിങ്ങൾക്ക് പാലക്കാട് ഉണ്ടായില്ല എന്നൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പക്ഷേ കുറച്ച് വോട്ടുകളുടെയെങ്കിലും ഒരു വളർച്ച നേടിയെടുക്കാൻ സരിന് കഴിഞ്ഞത് ഒരു തരത്തിൽ സരിൻ്റെ വിജയമാകാം. അത് സരിൻ്റെ വിജയമാണോ അതോ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ നടത്തിയ ഒരു അച്ചടക്കത്തോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണോ? സരിൻ്റെ ഒരു സാന്നിധ്യം യഥാർത്ഥത്തിൽ പാലക്കാട് LDF-ന് വരും നാളുകളിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾക്കും മറുപടി പറയണം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ചേലക്കരയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന്. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ ചേലക്കരയിൽ മണ്ഡലം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന് കിട്ടിയത് 55,195 വോട്ടാണ് ഇതേ സ്ഥാനാർത്ഥിക്ക് ഈ 5 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 52,137. അതായത് ഈ 4-5 മാസം കൊണ്ട് 3,000 വോട്ടിന്റെ കുറവാണ് കോൺഗ്രസിനുണ്ടായത്. അതൊന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യം മതനിരപേക്ഷതയുടെ വിജയമെന്ന ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് SDPI, ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫണ്ട് എല്ലാം രാഹുൽ മാങ്കൂട്ടിലിന്റെ പടവും പിടിച്ചുകൊണ്ട് അവരുടെ കൊടിയും പിടിച്ച് അഭിവാദ്യ പ്രകടനം നടത്തുന്ന കാഴ്ച നാം കണ്ടു. പലതവണ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് നിങ്ങൾക്ക് വേണമോ, SDP-യുടെ വോട്ട് വേണമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറുകയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയും UDF-ന്റെ നേതാക്കന്മാരും ചെയ്തത്. ഇപ്പൊ ഇന്ന് വ്യക്തമായല്ലോ ഈ SDP-I ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ആ പ്രവർത്തനത്തിന്റെ വിജയം എന്ന രൂപത്തിലാണ് അവർ അഭിവാദ്യം വിളിച്ച് നടന്നത്. അപ്പോൾ ഈ മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ നിൽക്കുന്നവരുടെ കൂടി വോട്ട് മേടിച്ചാൽ മാത്രമേ UDF-ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയൂ എന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം. അത് തന്നെയല്ലേ നിങ്ങളുടെ അവസാന ദിവസത്തെ ആ പരസ്യം വരെ ഇത്തരം മതവികാരങ്ങളെ ഉണർത്താൻ തക്ക വിധമുള്ള പരസ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി തങ്ങൾക്കെതിരായ വിമർശനങ്ങളാകട്ടെ അതൊക്കെ പല വിധത്തിൽ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ മതത്തെയോ അല്ലെങ്കിൽ അത്തരം വിഭാഗീയ കാര്യങ്ങളെയോ ചേർത്ത് വെച്ചുള്ള പ്രചാരണങ്ങളിൽ നിന്ന് പാർട്ടികൾ ആരോഗ്യകരമായി മാറി നിൽക്കുക എന്നതല്ലേ ഉചിതം. ആ വോട്ടിന് വേണ്ടി എന്തുമാകാമെന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ പോകുന്ന കഷ്ടമല്ല. ഒറ്റ കാര്യം, ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ഈ സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി തീവ്ര വർഗീയതയുടെ ഭാഗമായി നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും നിങ്ങളുടെ നേതാക്കൾ തന്നെ എത്ര മഹാനാണ്, എത്ര നിർമ്മലനായ വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്.
MP രാജേഷും AK ബാലനും ഒക്കെ എല്ലാവരും പറയുന്നത്. പിന്നെ ഒറ്റ സെക്കൻഡിലാണ് നിങ്ങൾ ഇത്രയും വലിയൊരു വർഗീയ വിദ്വേഷയെ എങ്ങനെ കോൺഗ്രസ് ചുമക്കുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്ന നിങ്ങൾ നല്ല കുട്ടി എന്ന് പറയുന്നു, നിങ്ങളുടെ ഒപ്പം ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇത് മോശം കുട്ടി എന്ന് പറയുന്ന ഒരു ഫീൽ ആളുകൾക്ക് തോന്നുന്നില്ല. അതായിരിക്കാം വോട്ടിൽ പ്രതിഫലിച്ചത്. അല്ലല്ല, ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായി പൊതുമണ്ഡലത്തിൽ ഇല്ലാത്ത ഒരു വാക്കോ ഒരക്ഷരമോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് ഇപ്പോഴും പൊതുമണ്ഡലത്തിലുണ്ട്. അത് ജനങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനിയും പൊതുരാഷ്ട്രീയം മുന്നോട്ട് പോവുകയല്ലേ. ആരൊക്കെയാണ് ഇത്തരത്തിൽ വിഘടനവാദം ഉണ്ടാക്കിയത്, വിഘടിപ്പിക്കാൻ നോക്കിയത് എന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് മതനിരപേക്ഷരുടെ വിജയമാണെന്ന് വലിയ തരത്തിൽ ക്ലെയിം ചെയ്യുമ്പോഴും ജനങ്ങൾ കാണുകയാണ് ആ വലിയ പ്രകടനവും മറ്റു കാര്യങ്ങളും എല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ ചലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 10ഓളം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് ഇങ്ങു പോകുന്നത്. അത് ഇപ്പോൾ ഞങ്ങളും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 2000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ്. വരും തെരഞ്ഞെടുപ്പ് 1.5 കൊല്ലം കഴിയുമ്പോഴേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. ഞങ്ങൾക്ക് പാലക്കാട് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട്. അത് സരിൻ മികച്ച കാൻഡിഡേറ്റ് എന്ന രൂപത്തിൽ തന്നെ അത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി വന്നപ്പോൾ അതിന്റെ കാരണം കൃത്യമായി കണ്ടെത്തി. LDF 3ാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും. കാരണം ചേലക്കരയിലുള്ളത് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. കോൺഗ്രസ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഒരു സൂചനയാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികം, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 9 വർഷമായി അധികാരത്തിലിരിക്കുകയാണ്. അപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന്റെ സൂചനയാണ് ചേലക്കര നൽകുന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ പാലക്കാട്ടെ കാര്യം ഞങ്ങൾ പുറയിലേക്ക് പോയെന്ന് പറയുമ്പോൾ വർഗീയത അത് വീണ്ടും അതുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് ഇപ്പോഴും നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും BJPയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കാതെ പോകുന്നത് ഇവർ? അല്ല, ഒന്ന് ശ്രീ AK ബാലനാണ് പറഞ്ഞത് നമ്പർ 1 കോമ്രേഡ് ആണെന്നും വളരെ ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയുള്ള നല്ല 1ാം ക്ലാസ് സഖാവായിരിക്കും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ അഭിപ്രായം മാറിയത് എന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളൊന്നും തിരുത്തി പറയുന്നതിന് മുമ്പാണ് ശ്രീ AK ബാലൻ പറഞ്ഞത് നമ്പർ 1 കോമ്രേഡ് ആയിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഓന്തിനെ പോലും നാണിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞത് ഏതോ വർഗീയ ശക്തികളുടെയൊക്കെ കാര്യം പറഞ്ഞു. ഇവിടെ വോട്ട് കുറഞ്ഞത് BJPയുടെയാണ്. ആ BJPയുടെ വോട്ടിൽ ഭൂരിഭാഗം ഏതാണ്ട് 80% വോട്ടും കോൺഗ്രസിന് കിട്ടി. ബാക്കി ഒരു കുറച്ച് വോട്ട് CPMനും കിട്ടി. അപ്പോൾ BJPയുടെ വോട്ട് മുഴുവൻ SDP-കാരുടെ വോട്ടായിരുന്നു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ആ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇവിടെ എന്ത് SDPI ജമാഅത്തെ ഇസ്ലാമിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വോട്ടർമാരെ പുച്ഛിക്കുമല്ലേ? കാരണം എന്താ, 50,000-ഓളം വോട്ട് പിടിച്ച BJPയുടെ വോട്ട് 39,000-ആയി കുറഞ്ഞു. അതിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരന് കിട്ടിയ പാലക്കാട്ടെ ന്യൂട്രൽ വോട്ടുകൾ. ആ ന്യൂട്രൽ വോട്ടുകൾ വളരെ കൂടുതലായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അതിനകത്ത് 1,000-2,000 വോട്ട് ശ്രീ സരീനും കിട്ടി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഏത് വോട്ടാണ് ഷിഫ്റ്റ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് പൊളിറ്റിക്കൽ വോട്ടുമുണ്ട്. കാരണം ന്യൂട്രൽ വോട്ടുകളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അപ്പോൾ ആ പൊളിറ്റിക്കൽ വോട്ടുകൾ ഈ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുകൊണ്ട് അവർ വോട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതിനകത്ത് SDP-നെ വെൽഫെയറിനൊക്കെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? അതുമാത്രമല്ല, ഇന്ന് രാവിലെ 7:50 8 മണിക്ക് 1 മിനിറ്റ് മുമ്പ് വരെ CPM പറഞ്ഞുകൊണ്ടിരുന്നത് വടകരയും പാലക്കാടും തമ്മിൽ ഡീലായിരുന്നു എന്നാണല്ലോ. ഈ ശ്രീ KS അരുൺകുമാർ കഴിഞ്ഞ ചർച്ചകളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് വടകരയ്ക്ക് പകരമായി പാലക്കാട് BJPക്ക് കൊടുക്കാൻ പോകുന്നു എന്നാണ്. ഇവിടെ BJP എല്ലാം തൊലഞ്ഞ് അവരുടെ ഉള്ള വോട്ടും കളഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ രണ്ടാമത് മറുതന്ത്രമായിട്ട് വന്നിരിക്കുകയാണ് SDP ആണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്നൊക്കെ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ശ്രീ KS അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട് ഇവർ കൊണ്ടുവന്ന ഡീൽ ആരോപണം, ഇത്തരം വർഗീയവാദികളുടെ വോട്ട് തേടുന്നു, ഇതൊക്കെ പരസ്പരം ഇങ്ങനെ ആരോപണങ്ങൾ നടക്കും. പക്ഷേ ആളുകൾ പരമാവധി എനിക്ക് തോന്നുന്നു ചേലക്കരയിൽ പ്രദീപ് എന്ന ആൾക്കുള്ള ജനകീയ മുഖം, അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത് പോലും ഒരാളിനെതിരെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ മറ്റു പാർട്ടികൾക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കാതെ വളരെ ജനങ്ങളുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ പറയുക എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഒന്നും സംസാരിക്കില്ല. ആ സ്നേഹം ജനങ്ങൾ നൽകിയതാകാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയൊക്കെ വന്ന് അറസ്റ്റ് ചെയ്ത് മുതൽ അങ്ങോട്ട് ട്രോളി ബാഗ് അടക്കം ഏതൊക്കെ രീതിയിൽ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു, അതും ജനങ്ങൾ കാണാം. അപ്പോൾ ഇത്തരം ചില ചിന്തകൾ കൂടി നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന ഈ വർഗീയത അല്ലെങ്കിൽ കൂട്ടുപിടിക്കൽ ഡീൽ അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ വോട്ടർമാർ ഒരു മനുഷ്യനെ എങ്ങനെ ചിത്രീകരിക്കുന്നു, അയാളെ അല്ലേ കൂടുതൽ അതിര് വിട്ട് ആക്രമിക്കുന്നുണ്ടോ എന്നൊക്കെ
വോട്ടർമാർ ചിന്തിക്കുന്നതിൻ്റെ കൂടി ഒരു ദൃഷ്ടാന്തമാണോ ഈ തെരഞ്ഞെടുപ്പ്? അങ്ങനെ കൂടി നിങ്ങൾക്ക് വായിക്കാൻ വേണമെങ്കിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രാഷ്ട്രീയം തന്നെയാണ് ഉയർത്തിയത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ പെൻഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തത്, അതുപോലെ വികസന പ്രവർത്തനങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല വിഷയങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടെത്തി ഞങ്ങളുടെ തോൽവിയുടെ കാരണം. അവ പരിഹരിക്കാൻ വേണ്ടി നല്ല ഇടപെടൽ നടത്തി. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സാമ്പത്തികമായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും തടയൽ ഉണ്ടാകുമ്പോഴും ഞങ്ങളിപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 3 മാസത്തെ കുടിശ്ശിക നിൽക്കുന്നുണ്ട് നേരത്തെ, അത് മാർച്ച് 31 മുമ്പ് കൊടുക്കും. സുസ്ഥിര വികസന സൂചികയും മാനവ വിഭവ സൂചികയും ഇത് തന്നെയാണല്ലോ ഒരു രാജ്യത്ത് കൃത്യമായിട്ട് അളക്കുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ. ഈ 2 സൂചികയിലും നമ്മൾ കേരളം തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു 2 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞ വർഷം 15ആയി, ഈ തവണ 1ആയി. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ജനങ്ങൾ നോക്കുന്ന എല്ലാ മേഖലയിലും ഈ ഗവൺമെന്റ് ഒന്നാമതെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടലിൽ നയാ പൈസ നമുക്ക് കിട്ടിയില്ല. അത് തന്നില്ലെന്ന് മാത്രമല്ല അപവാദ പ്രചരണവും നുണപ്രചരണമൊക്കെ കണ്ടു. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെന്റ് നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ വകുപ്പിന്റെയും നേട്ടം. പക്ഷെ ഇത് ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ഇവിടെ വലതുപക്ഷം നന്നായി ശ്രമിക്കുന്നുണ്ട്, BJP ശ്രമിക്കുന്നുണ്ട്, വലിയ വിഭാഗം മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഏറ്റവും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. അരുൺ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പല കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു, ഏത് വിധത്തിലാണ് ഇടതുമുന്നണി മുന്നിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. പാലക്കാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ പാലക്കാട് എന്തുകൊണ്ടാണ് ജയിക്കാതെ പോയത് എന്ന് ചോദിക്കുന്നില്ല, കൃത്യമായിട്ട് നില മെച്ചപ്പെടുത്താതെ പോയത് എന്നൊരു ചോദ്യം വരുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് പിഴച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കും. അതിന്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ LDF കൺവീനറും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും മറ്റ് നേതാക്കളും എല്ലാം പറയുന്നത് പോലെ ഈ വർഗീയതയുടെ ഒരു വിജയമാണ് അവിടെ UDFന് സമ്മാനിച്ചത്, അതുകൊണ്ടാണ് ഇടതുമുന്നണി ഒന്നും എത്തപ്പെടാതെ പോയത് എന്നുള്ള തരത്തിൽ ആ രീതിയിലൊരു കൺക്ലൂഷനിലേക്കാണോ നിങ്ങൾ പോകുന്നത്? ഒന്ന്, ജനസംഘത്തിന്റെ കാലം മുതൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് മുനിസിപ്പൽ അതിർത്തി. പല വാർഡുകളുടെയും സ്ഥിതി നമുക്കറിയാം. പക്ഷേ അവിടെ അതിൻ്റെതായിട്ട് ഒരു വികസനം നടന്നിട്ടില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പോയ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടാകും. അവിടുത്തെ ടൗൺ ഹാൾ ആയാലും മറ്റ് സ്ഥാപനങ്ങളുമായാലും സ്റ്റേഡിയം, മറ്റ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവിടെ നന്നായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ സരീൻ വന്നതിന് ശേഷം ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി എത്ര നിഷേധിച്ചാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്തിനാണ് SDPI ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയത്? അപ്പോൾ SDPI പൂർണ്ണമായും, കാരണം പാലക്കാട് മണ്ഡലത്തിലടക്കം അവർക്ക് നല്ല സ്വാധീനമുണ്ട്, അത്യാവശ്യം മറ്റു മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സ്വാധീനമുണ്ട്. ആ സ്വാധീനം പാലക്കാട് നഗരസഭയിൽ NDAക്ക് 7066 വോട്ടുകളാണ് കുറഞ്ഞത്. അവിടെ സരിന് LDFന് കുറഞ്ഞത് 43 വോട്ടുകളാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് നഗരസഭയിൽ വോട്ടുകൾ കൂട്ടിയത് 1685. ആ കണക്കുകൾ ശരിയാവില്ല. അല്ല, ഞാൻ പറഞ്ഞത് നഗരസഭ മാത്രമല്ലല്ലോ, നഗരസഭയും 3 പഞ്ചായത്തും ചേരുന്ന മണ്ഡലമല്ലേ. BJP ദുർബലമാകുന്ന ഏതു സാഹചര്യത്തെയും 2 കൈയും കൊട്ടി ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ സ്വാഗതം ചെയ്യും. കാരണം BJPയെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ ഇവിടെ BJP ദുർബലപ്പെടുമ്പോൾ ആ വോട്ട് കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. നമ്മൾ അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ നന്നായി ഭംഗിയായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് വേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർ പ്രകടനമായി രംഗത്ത് വരുന്ന കാഴ്ച ഇതും ജനം കാണുമല്ലേ, കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയല്ലേ. ഇപ്പോൾ തൃശ്ശൂർ എങ്ങനെയാണ് 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടെ? ഈ റിസൾട്ട് വന്നപ്പോൾ ശ്രീ K മുരളീധരൻ അടക്കം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിനെ അനലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്തെല്ലാമാണ്? ആ തൃശ്ശൂർ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വച്ച അന്വേഷണ റിപ്പോർട്ട് എവിടെ? അവിടെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി എല്ലാ വർഗീയതയുടെയും കൂട്ടുപിടിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് വിജയിക്കാം, പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്ക് എന്നും വിള്ളലുണ്ടാകും. അപ്പൊ ഞങ്ങൾ ഇതിനെ ഊന്നുന്നത് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് നന്നായി പാലിച്ച് ദുർബലമായിട്ടുള്ള മേഖലകളിൽ പിണറായി വിജയൻ 3.0 സർക്കാരിലേക്കുള്ള ഒരു തുടക്കമാണോ ചേലക്കരയിലെ വിജയം, അതോ മറിച്ചുള്ള ഒരു തുടക്കമാണോ പാലക്കാട്ടെ UDFന്റെ വിജയം എന്നൊക്കെ ജനങ്ങൾ ഇനി ഓരോ തെരഞ്ഞെടുപ്പുകളിലും തീരുമാനിക്കട്ടെ. വളരെ നന്ദി ശ്രീ K. സരൺകുമാർ, ശ്രീ അബിൻ വർക്കി ചർച്ചയിൽ പങ്കെടുത്തതിന്.